ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീ ലോഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ്. എപ്പോഴും പുതുമകൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാനിത് ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് ഇടണം. അതല്ല, നിങ്ങൾ ചെയ്യുന്ന രീതി ഇങ്ങനെ അല്ല, അതിൽ എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അതും കമന്റ് ഇടണം. ഇത് മറ്റൊന്നുമല്ല, ഈന്തപ്പഴം കൊണ്ടൊരു ചമ്മന്തിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ഈന്തപ്പഴമാണ്. കുരു കളഞ്ഞ് അതൊന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. കാരണം ഇത് നമുക്ക് നല്ലപോലെ അരഞ്ഞു കിട്ടണം. ഒത്തിരി ഉണങ്ങിയതാണെങ്കിൽ അത് പറ്റില്ല. ഞാൻ എങ്ങനെയുള്ള ഈന്തപ്പഴം എടുത്തേക്കുന്നതെന്ന് കാണിക്കാം. ഇതേ അല്പം ഒരു നനഞ്ഞ ടൈപ്പില്ലേ, അങ്ങനെയുള്ളതാ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ചതയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ച് വെക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി. ഈ ചെറിയ ഉള്ളി ചെറുതും വലുതുമായിട്ട് ഒരു 15 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. വലുതിങ്ങനെ കീറിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില, പിന്നെ വറ്റൽമുളക്. വറ്റൽമുളക് ഞാനിപ്പോ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് എരി അനുസരിച്ച് നമുക്ക് ചേർക്കാം. അപ്പോ എന്തായാലും 6 എണ്ണം ഞാനത് ചൂടാക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞുരുള പുളി, ഇത്ര മതിയെ കൂടരുത്. പിന്നെ കുഞ്ഞു കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള് കായപ്പൊടി. എല്ലാരും ചോദിക്കുന്ന കായപ്പൊടി എന്ന് പറയുന്നത് എന്തുവാണ്? ഇതാണേ കായപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ലേശം വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും മാത്രം മതി. അപ്പൊ തുടങ്ങാം. ആദ്യം ഒരു ചീനച്ചട്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ വേണേ, ഒത്തിരി വേണ്ട. എന്നിട്ട് അതിലേക്ക് ഈ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് വഴറ്റണം. ഒത്തിരി അങ്ങ് മൂക്കണ്ട, ഒരു കുറച്ചൊന്ന് കളർ വരണം, അത്രേ ഉള്ളൂ. ഒന്ന് കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ഇഞ്ചിയും. നിങ്ങൾക്ക് മധുരം കുറച്ച് മതി, ഓവറായിട്ട് മധുരം ഈ 10 എണ്ണം എന്ന് പറയുന്നത് അത്ര ഓവറായിട്ട് മധുരമൊന്നും ഇല്ല. എങ്കിലും നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഈന്തപ്പഴത്തിന്റെ എണ്ണം കുറയ്ക്കാം. മുളകൊക്കെ നല്ല പരുവമായിട്ടുണ്ട്, നന്നായിട്ട് വറന്നു വന്നു. ഇത്ര മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഈന്തപ്പഴവും ഉപ്പ് അധികം വേണ്ട, ഇട്ടിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാ മതിയേ. പിന്നെ അതിന്റെ കൂട്ടത്തില് ഒരു നുള്ള് കായപ്പൊടി. കായപ്പൊടി ഒട്ടും കൂടരുത്. അഥവാ കൂടിയാൽ പിന്നെ ചേച്ചിയെ കായപ്പൊടി കൂടിപ്പോയി, കഴിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് ചോദിക്കേണ്ടി വരുമേ. അപ്പോ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഈന്തപ്പഴം എന്ന് പറയുന്നത് സ്റ്റിക്കിയാ, അതായത് നമ്മൾ അരയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് മിക്സി ഓഫാക്കിയിട്ട് ഇളക്കിയിട്ടിട്ട് വീണ്ടും അരയ്ക്കണം. അങ്ങനെ വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പൊ നമുക്കിത് അരച്ചെടുക്കാം. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ടോ? ഞാനൊരു 3-4 പ്രാവശ്യം ഇളക്കിയിട്ട് അരച്ചെടുത്തതാ. പുളിയും ഇട്ടിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. അതായത് ഈന്തപ്പഴം, പുളി, ഉപ്പ്, കായം, ഇത്രയും ഇട്ടാണ് ഞാനിത് അരച്ചത്. ഇനി നമുക്ക് നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന, അതായത് വഴറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഞാന് 6 മുളകാണ് വറക്കാൻ എടുത്തത്. ഇപ്പൊ ഞാൻ ഇടുന്നത് 4 എണ്ണം. പിന്നെ അരച്ച് നോക്കിയിട്ട് എരി കുറവാണെങ്കിൽ മാത്രമേ ഇടത്തുള്ളൂ. നിങ്ങൾ ഈ ഉള്ളിയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് ബൈ ചാൻസ് എണ്ണ കൂടിപ്പോയി, എണ്ണ ബാക്കി ആ ചീനച്ചട്ടിയിൽ ഉണ്ടെങ്കിൽ അതുകൂടെ അരയ്ക്കാൻ വേണ്ടി ഒഴിച്ചോ. ഒരു തുള്ളി പോലും പച്ചവെള്ളം ചേർക്കരുത്. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെടുത്തത് 10 ഈന്തപ്പഴമാണ്. കുരുകളഞ്ഞ് എടുത്ത 10 ഈന്തപ്പഴം. ഇനി നിങ്ങൾക്ക് ഈന്തപ്പഴത്തിന്റെ മധുരം കൂടുതലായിട്ട് തോന്നുന്നു എങ്കിൽ എക്സ്ട്രാ കുറച്ച് പുളി ചേർക്കാം, പ്രശ്നമില്ല. ഞാൻ ആ മുളക് മൊത്തം ഇട്ടിട്ടുണ്ട്, ബാക്കി എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോ ഞാൻ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. നല്ല പുളിയുണ്ട്, നല്ല മധുരവും ഉണ്ട്, ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. എരിയും ഞാൻ 6 മുളകും ഇട്ടു, നല്ല എരിയുണ്ട്. കുറച്ചുകൂടി എരി വേണമെന്നുള്ളവർക്ക് എരി എക്സ്ട്രാ ചേർക്കാം. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണ്. സോ
നമ്മുടെ ഈന്തപ്പഴം ചമ്മന്തി എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.